ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഫസ്റ്റ് റീഡിങ്സ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യൂ. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്ന് ബുക്ക് ഓഫ് ആൻസേഴ്സിന് ആൻസർ എടുക്കാം. നമുക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യന് നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിന് ചോദിക്കാം. ഗൈഡൻസ്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്താ വരുന്നത് നോക്കാം. അതിനെ കുറച്ച് ടാരോ കൂടി എടുക്കുന്നുണ്ട്. സോ ഒരു 2 ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. 2 ക്വസ്റ്റ്യൻ എന്നല്ല, 2 തവണ ഞാൻ ചോദിക്കാം. ലെറ്റ്സ് സീ. ആദ്യത്തെ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ. ആൻഡ് ഞാൻ ഒരേ ക്വസ്റ്റ്യൻ ആയാലും ശരി. നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതേപോലെ ചോദിച്ചോളൂ, കുഴപ്പമില്ല. ഇത് ജസ്റ്റ് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബുക്ക് ഓഫ് ആൻസേഴ്സ് നടക്കാം. ഡെവിൾ എനർജി ഉണ്ട് ഇവിടെ. ഡെവിൾ, മൂൺ ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ, കൺഫ്യൂഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണ്. നല്ല എന്തിലോ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ട് നിൽക്കുന്നുണ്ടാവാം. ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ ടോക്സിക് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനമില്ല, സന്തോഷമില്ല, നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അങ്ങനെയുള്ള ഒരു കാര്യം ആലോചിച്ചോളൂ. അത് ഏതിലായാലും ശരി. ജസ്റ്റ് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളെ എന്നുള്ള രീതിയിലല്ല, ബട്ട് എവിടെയോ നിങ്ങൾക്കൊരു മനസ്സമാധാനമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല, പുറത്തു വരാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ ചില പേടികളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അങ്ങനെയാവാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി കയറി വരിക, അങ്ങനെയാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കറിയാം അത് നല്ലതല്ല എവിടെയോ എന്ന് നിങ്ങൾക്കറിയാം, ബട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക്. സോ ഇവിടെ മെയിൻലി നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. മൈൻഡ് ആക്ച്വലി ഒരു സാഡ് ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക് ലേശം. ആക്ച്വലി നമ്മുടെ ഫുൾ മൂൺ നാളെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1-ാം തീയതിയാണെന്നാണ് ഞാൻ കണ്ടത്. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. അവിടെ ഫുൾ മൂൺ ഉണ്ട്. എന്തായാലും ഫുൾ മൂൺ വരുന്നുണ്ട്. സോ അതിൻ്റെ ചില എനർജീസിൻ്റെ ആവാൻ പറയാൻ പറ്റില്ല. സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊരു സാഡ് ഫീലിംഗ്, ഒരു വിഷമം ഫീൽ ചെയ്യുക, ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുക, വല്ലാതെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് പോവുക. നമ്മൾ ചില സമയത്ത് നമുക്കിങ്ങനെ തോന്നില്ലേ, ഒരു മൈൻഡ് ഇങ്ങനെ ആകെ ക്ലൗഡി, ഫോഗി എന്നൊക്കെ പറയും നമ്മൾ. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല എന്താ ചെയ്യുന്നതെന്ന് പോലും. ചില സമയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ എന്താ ചെയ്യുന്നതെന്ന് തന്നെ ഒരു ഇതുണ്ടാവും. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. ആകെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. പിന്നെ മെയിൻലി എനിക്ക് ഈ ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ശരിക്കും നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ളത് ഉണ്ടാവാം. അത് നിങ്ങൾ വീണ്ടും അത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും, നിങ്ങൾക്കൊരു ടെൻഷൻ തരുന്നുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം. സോ അതാണ് ഇവിടെ എനിക്ക് മെയിൻ നിങ്ങളുടെ ഒരു പ്രോബ്ലമായിട്ട് കാണുന്നത്. എൻ്റെ ഇവിടെ പക്ഷേ നിങ്ങൾക്കൊരു പുതിയൊരു ഓഫർ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ തരുന്നതായിരിക്കാം. ജോലിയുടെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന രീതിക്ക് കാണുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വരാൻ തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആവുക. ഈവൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറയില്ല, ജിമ്മിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും. സോ അതും ആവാം. എവിടെ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഒരു മാറ്റം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഓഫർ നിങ്ങൾക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടാവും. അത് ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. സോ ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിൽ അഗൈൻ കൺഫ്യൂഷൻ ഉള്ള പോലെയുണ്ട്. സോ മേ ബി ഇത് ഹെൽത്ത് വൈസും കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാം, ഹെൽത്തിൻ്റെ കാര്യത്തിലും ആയിരിക്കാം. മൈൻഡ് സ്ട്രെസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. എനിക്കൊന്ന് ടയേർഡ് പോലെ അങ്ങനെ പറയാം. ഐ തിങ്ക് എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിവിടെ ഒരു ഇതിൻ്റെ മുന്നോട്ട് ഈ പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക്. സൺ ഓഫ് വൺസ്, Hangman again, and Ace of see നിങ്ങൾ ഒരുപാട് ബർഡൻ ക്യാരി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഭാരങ്ങൾ, മനസ്സിൽ ഭാരമായിരിക്കാം. ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും, അതിൻ്റെ ഭാരമായിരിക്കാം. എന്താ പറയുക, വീടും ഉണ്ട്, ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ, അല്ലെങ്കിൽ പൈസകൾ, പണം കൊടുക്കാനുള്ളത്, ഫീസ് അടയ്ക്കണം, മറ്റേത് ചെയ്യണം, ഐ ഹോപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഉണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. ഇവിടെ ഒരു പുതിയ ഒരു തുടക്കത്തിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. പക്ഷേ ഐ തിങ്ക് നിങ്ങൾക്ക് അറിയുന്നില്ല ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടേ എന്ന രീതിക്ക്. നിങ്ങൾക്ക്
ഐ തിങ്ക് തടസ്സങ്ങൾ ഒരുപാട് നിങ്ങൾ വീണ്ടും ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചാലഞ്ചസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ഇപ്പം ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ തന്നെ നിങ്ങൾ ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരും. അതൊന്നാമത്തെ കാര്യം. വീണ്ടും എനിക്ക് ഹാങ്മാൻ തന്നെയാണ് വരുന്നത്. സോ അഗൈൻ സ്റ്റക്ക് സിറ്റുവേഷനാണ് വരുന്നത്. സ്റ്റക്കായിട്ട് നിൽക്കുക, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ പുറത്തും വരാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ, എങ്ങനെ ഈ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഇതിങ്ങനെ തലകീഴായിട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ശരിക്കും നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് ഈ നമ്മളൊരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് എടുക്കാം ഇതിന് വേണമെങ്കിൽ. ഒരു ചിന്തിക്കാൻ, വേറെ നമ്മളൊരു പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ് അഗൈൻ ഏസ് ഓഫ് വാൻസ് ആണ്. സോ വെരി ഗുഡ്, ആക്ച്വലി വളരെ നല്ല കാർഡാണ്. ഒരു ന്യൂ ഗ്രോത്തിൻ്റെ ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് മുന്നോട്ട് ലൈഫിനെ ബെറ്റർ ആക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്ന പോലെ കാണുന്നുണ്ട് ഒന്നാമത്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് കിട്ടാൻ തുടങ്ങും. ഇവിടെ ഒരു പോസ് സമയം കാണുന്നുണ്ട്. സോ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന, ഐ തിങ്ക് നിങ്ങളോട് പറയുന്ന ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പുതിയ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, ഒരു ഉണർവ് ഫീൽ ചെയ്യും. മേ ബി ഈ ഒരു ടൈം നിങ്ങൾക്ക് കടന്നു കിട്ടും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ ഒരു പുതിയ തുടക്കം വരുന്നതിന് മുമ്പ് കുറച്ച് നിങ്ങളൊരു സ്ട്രെസ് ഫേസിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമായിരിക്കാം ഇപ്പോൾ. ബുക്ക് ഓഫ് ആൻസേഴ്സിന് എടുക്കും ഞാൻ എന്തായാലും. ബട്ട് ഐ തോട്ട് ഓക്കെ, യെസ് അഗൈൻ യെസ്, ഒരു നിങ്ങൾ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ടെൻഷൻ വേണ്ട. ഓക്കെ, ഇപ്പോഴത്തെ ആ ഒരു ഫേസ് എന്ത് തന്നെ ആയാലും ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് റിസൾട്ട് തരും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാം. ഒരു കർമ്മയുടെ നമ്മൾ കാര്യം പറയാം. അതായത് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ലത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരുമെന്നാണ്. ആൻഡ് ഇവിടെ അഗൈൻ നോളജിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്. പഠിക്കാൻ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആക്ച്വലി നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഇവിടെ പേജ് ഓഫ് കപ്സ് ഉണ്ട്, പേജ് ഓഫ് പെനിക്കിൾസ് ഉണ്ട്. സോ ഒരു ന്യൂ ബിഗിനിങ്. നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇത് ആദ്യമേ തന്നെ നമുക്ക് ഒരു ലൈക്ക് ഏറ്റവും മെയിൻ വലിയ കാര്യം നടക്കില്ല അല്ലേ. ചെറിയ ചെറിയ സ്റ്റെപ്സ് ആദ്യം നിങ്ങൾ എടുക്കണം. ഓക്കെ, ചെറിയ ഐഡിയാസ് ആലോചിക്കുക, ചെറുതായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ തുടങ്ങുക, അവനവൻ്റെ കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സ് എടുക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ആൻഡ് ആ ഫസ്റ്റ് സ്റ്റെപ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗ്രോത്ത് കൊണ്ടുവരും. ഓക്കെ, സോ ഈ എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ പെട്ട് നിൽക്കുന്നു, എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ അതിനെ മാറ്റാൻ വേണ്ടി ആദ്യത്തെ കാര്യം പറയുന്നത് ക്ലാരിറ്റി കൊണ്ടുവരാനാണ്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ് ചെയ്യേണ്ട. ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്ത് ഒന്ന് ചിന്തിക്കുക, എന്താണ് ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിയിൽ. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരു ലൈക്ക് സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മതി. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്കിവിടെ ബുക്ക് ഓഫ് ആൻസേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ദ ക്വീൻ ഓഫ് സോർഡ്സ്, യു മേ ഹാവ് ടു ഗോ ഇറ്റ് അലോൺ. യെസ്, സി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ത് തന്നെ ആയാലും നിങ്ങൾ സ്വയം ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരും, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. യെസ്, ആക്ച്വലി ഈ ഒരു ഹാങ്മാനിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും. ഹാങ്മാൻ സിറ്റുവേഷനിൽ നമ്മൾ പറയും ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെയാണ്. ബട്ട് അങ്ങനെയല്ല. ഈ ഹാങ്മാനിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ നമ്മൾ തന്നെ എപ്പോഴും നമ്മളായിട്ട് തന്നെ പുറത്ത് വരാൻ ശ്രമിക്കണം എന്നാണ് പറയാം. ഓക്കെ, ഇത് എന്താ പറയുക, നിങ്ങൾക്ക് അതായത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുമ്പോൾ നമ്മൾ എന്താണ് പെട്ട് നിൽക്കുന്നത്, എവിടെയാണ് നമ്മൾ പെട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ടോക്സിക് ഞാൻ പറഞ്ഞു. സോ അതിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഇതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, യു മേ ഹാവ് ടു. ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സ്ട്രോങ്, കോൺഫിഡൻറ്റ്, ബോൾഡ് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആൾ, നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി, അങ്ങനെയാണ് പറയുക. സോ ആ രീതിക്ക് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഓക്കെ, തനിച്ച് ചെയ്യേണ്ടി വരും. ബട്ട് ഡോണ്ട് വറി. എന്ന് വെച്ചിട്ട് തനിച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നെഗറ്റീവ് ആവില്ല. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കും ചെയ്യാൻ. ഇൻഫാക്ട് അങ്ങനെ ചെയ്യുന്നതാണ് വളരെ നല്ലത്. മറ്റുള്ളവരെ വാക്ക് കേൾക്കണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. ഓക്കെ, ഒരു പേജും കൂടെ നിങ്ങൾക്ക്. യു ഹാവ് റൂൾഡ് ആൻ 11, ഗിവ് ഇറ്റ് എ റെസ്റ്റ്. യെസ്, നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റെസ്റ്റ് എടുക്കൂ, ഒരു ബ്രേക്ക് എടുക്കൂ, ഒന്ന് സമാധാനമായിട്ടിരിക്കൂ. ഓക്കെ, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള സമയമെടുക്കൂ. ഓക്കെ, എന്നിട്ട് ആക്ഷൻ എടുത്താൽ മതി. എന്ത് തന്നെ ആയാലും നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ നിങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗിവ് ഇറ്റ് എ റെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. കുറച്ചൊരു അതിനെക്കുറിച്ച് ഓർത്തിട്ടും നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യും. സോ കുറച്ചൊരു സമാധാനമായിട്ടിരിക്കൂ ആൻഡ് ദെൻ ഡിസൈഡ്. ഓക്കെ, വൺ മോർ ടൈം.
ഫുൾ കാർഡ് റിമൈൻസ് യു ദാറ്റ് എനിത്തിങ് ഇസ് പോസിബിൾ. യെസ്, ന്യൂ ബിഗിനിങ്സ് ആർ പോസിബിൾ ഡെഫിനറ്റ്ലി. ഓക്കെ, ആൻഡ് ഫുൾ കാർഡ് പറയുന്നത് നമുക്കൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്, ഒരു പുതിയ സ്റ്റാർട്ട് എന്ന രീതിയിലാണ്. ഇവിടെ ഈസ് ഓഫ് വൺസും അതിനെ പറയുന്ന ഒരു പുതിയ ഗ്രോത്തിൻ്റെ സമയം വരും. എനിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, അതിന് പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അതായത് നമ്മൾ ഒരു വിത്ത് കൊണ്ടേ കുഴിച്ചിടുക, ഓക്കെ, അതിൽ ഇത്തിരി വെള്ളം ഒഴിക്കുക, ഓക്കെ, അങ്ങനെയാണ് ഒരു ചെടി വളർന്നു വരുന്നത്, അല്ലാതെ ആദ്യം തന്നെ ഒരു മരം വരില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് പോസിബിൾ ആണ്, എന്തും നിങ്ങൾക്ക് പോസിബിൾ ആണ്. നിങ്ങൾ അല്പം റിസ്ക് എടുത്തിട്ട് ചിലപ്പോൾ ചില ടോക്സിക് ഒന്നും നമ്മൾ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പുറത്തൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. സോ അത് ചിലത് പൊട്ടിച്ചെറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ മേ ബി നിങ്ങളൊരു റിസ്ക് എടുത്ത് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ എന്തും പോസിബിൾ ആണ് നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറായാൽ എന്നാണ്. ഓക്കെ, ഐ തിങ്ക് ഞാനിത് ഒന്ന് തന്നെ എടുക്കുന്നുള്ളൂ, രണ്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ബട്ട് ഓക്കെ, ഇതന്നെ ഞാൻ നല്ലോണം പറഞ്ഞു. ഓക്കെ, സോ you have rolled an 8 which indicates that someone is pressuring you. Push them back. Devil. ഡെവിൽ എനർജി നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്തോ. ഓക്കെ, നിങ്ങളെ തടയുന്ന എന്തോ ഉണ്ട്, നിങ്ങളെ ഗ്രോത്ത് തടയുന്ന എന്തോ ഉണ്ട്, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന എന്തോ ഉണ്ട്, നിങ്ങളെ ഒരു കെട്ടിവെക്കുന്ന എന്തോ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആരോ നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തോ ഒന്നുമില്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു പ്രഷർ ആരെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. നെഗറ്റീവായിട്ട് നിങ്ങൾ എന്തോ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ആ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. പുഷ് ദം ബാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരെ പുറകോട്ട് തള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ ഓക്കെ, ഈവൻ നിങ്ങളുടെ പേടികളാണെങ്കിലും, നിങ്ങളുടെ ഉള്ളിലെ പേടികളാണെങ്കിലും ശരി, ഓക്കെ, അത് നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പേടികളെ മാറ്റാനുള്ള സമയമായി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, വേറെ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നു, പ്രഷർ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ സമയമായി. അതിനെ പുഷ് ബാക്ക്. ഓക്കെ, അവരെ സ്ട്രോങ് ആയിട്ട് അതിനെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാവണം. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഫസ്റ്റ് വന്നത് നിങ്ങൾ സ്ട്രോങ് ആവണം, കോൺഫിഡൻ്റ് ആവണം, ബോൾഡ് ആവണം. ഓക്കെ, പറയേണ്ട അവിടെ പറയണം, ചിലത് വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയണം. ചിലത് നല്ലതല്ല നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ അതിൽ നിൽക്കും തോറും നിങ്ങൾക്ക് മോശമായിക്കൊണ്ടിരിക്കും, അത് ഓർത്തോളും. ആ ഒരു എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതിലൊക്കെ പ്രശ്നം ഞാൻ ഐ തിങ്ക് ഇത് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. നിങ്ങൾ ഇങ്ങനെ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ സിറ്റുവേഷൻസ് ആലോചിച്ചോളൂ. എന്തിലെങ്കിലും നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല എന്നറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കണം. ഓക്കെ, പക്ഷേ അത് നമ്മളെ പുറത്ത് വരാൻ നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയും. അതായത് എനിക്ക് ഓക്കെ അറ്റ്ലീസ്റ്റ് അറിയുന്ന സ്ഥലമല്ലേ, അറിയുന്ന ആളല്ലേ, ഓക്കെ പോട്ടെ, അത്രയെങ്കിലും ഇവിടെ ഓക്കെയാണ്. ഇനി ഞാൻ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ എന്താവും എനിക്കറിയില്ല, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, തനിച്ചായി കഴിഞ്ഞാൽ എനിക്ക് എന്താവും അതറിയില്ല എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ ചിലവർ ഇതിൽ പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ഇതിൽ വേറെയും എന്താ പറയുക, നമ്മുടെ പേടികൾ. അഗൈൻ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വിട്ടിട്ട് ഞാൻ തനിച്ചായി പോയി കഴിഞ്ഞാൽ എനിക്കെന്താവും, എനിക്കുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടാവുമോ എന്നുള്ള കുറേ ചിന്തകൾ നമ്മൾ ശരിക്കും പുറകോട്ട് വലിക്കും. ഓക്കെ, എന്തായാലും പുഷ് ബാക്ക് ആണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, പെട്ട് നിന്നാൽ നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, മനസ്സിലാക്കാം. ആ താൽക്കാലികമായിട്ട് നിങ്ങൾക്കിത് പുറത്ത് വരാനുള്ളൊരു ബുദ്ധിമുട്ടും ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. ഓക്കെ, ബട്ട് അതിന് ശേഷം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ലതാവും എന്ന് ചിന്തിക്കാം. എനിവേ, ഐ ഡോണ്ട് നോ ഇത് ആരാന്ന് കേൾക്കേണ്ടത് എനിക്കറിയില്ല. എനിവേ, ഓക്കെ, വൺ മോർ ലാസ്റ്റ് ഐ തിങ്ക് ക്വീൻ ഓഫ് സ്പേഡ്സും വന്നു. ലുക്ക് ടു ഡാർക്ക് ഹെയർഡ് വുമൺ ഫോർ ആൻസർ. ഓക്കെ, ആരോട് നിങ്ങളോട് അഡ്വൈസ് എടുക്കാൻ പറയുന്നുണ്ട്. ആക്ച്വലി ഇത് ക്വീൻ ഓഫ് വോൺസ് ആണ്. ക്വീൻ ഓഫ് വോൺസ് എനർജിയാണോ? ഐ തിങ്ക്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻ്റ് ആയ വ്യക്തികൾ, ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോട്, ലേഡി എന്ന് പറയുന്നുണ്ട്, വുമൺ ആവണം നിർബന്ധമില്ല, ആരെങ്കിലും അങ്ങനെ കോൺഫിഡൻ്റ് ആയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരോട് ഒന്ന് അഡ്വൈസ് ചോദിക്കുക. എങ്ങനെയാണ് ഞാനിതൊന്ന് പുറത്തു വരിക എന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ച് അഡ്വൈസ് എടുക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഓക്കെ, ഇത് ക്വീൻ ഓഫ് വോൺസ് നമ്മൾ പറയുന്നത് വളരെ കോൺഫിഡൻ്റ് ആയ വ്യക്തി, വളരെ ധൈര്യം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, കഴിവുകളുള്ള വ്യക്തി എന്നൊക്കെ പറയും. സോ നിങ്ങളുടെ കഴിവുണ്ടോ ഇല്ലേ എന്നൊക്കെ വിട്ട് കളഞ്ഞേക്കും. നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട, ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾ വെറുതെ ആ ചോദ്യം ചെയ്യേണ്ട, എൻ്റെ ഉള്ളിൽ ഉണ്ടോ കഴിവ്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏത് രീതിയിലുള്ളതാണെന്ന് മാത്രമേ നമ്മൾ തിരിച്ചറിയാനുള്ളൂ. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആവുക, കോൺഫിഡൻ്റ് ആവുക. നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കൂ. നിങ്ങൾ ആരെങ്കിലുംലേക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല എന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്, അവരെങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവരോട് അഡ്വൈസ് ചോദിക്കൂ. ഹൗ ആർ ദേ ഡൂയിങ് ഇറ്റ്, ഹൗ ആർ ദേ കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് നിങ്ങൾ ഒരു അഡ്വൈസ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇത് ഐ തിങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഈ ഡെവിൾ എനർജിയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അഡ്വൈസ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, പെട്ട് നിൽക്കുകയാണ് എന്തിലൊക്കെയോ. ചില നിങ്ങളുടെ ചിന്താഗതികളായിരിക്കാം, ഓക്കെ, നിങ്ങളുടെ പേടികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ സാഹചര്യമായിരിക്കാം. ബട്ട് അതിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തേ പറ്റൂ. ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യൂ എന്ന് വെച്ചിട്ട് എടുത്ത് ചാടി ചെയ്യലല്ല. ആൻഡ്
ഓക്കെ, അഗൈൻ ഇതൊരു അഡ്വൈസ് എടുക്കുന്ന കാര്യമാണ്. മേ ബി നിങ്ങൾ ആരോട് കൗൺസിലിംഗ് പറ്റിയാൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പേടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യൂ, ആരോടെങ്കിലും സംസാരിക്കൂ. ഓക്കെ, അഡ്വൈസസ് എടുക്കൂ. ഓക്കെ, ഐ തിങ്ക് ഇന്നത്തെ മെയിൻ മെസ്സേജ് ഐ തിങ്ക് നിങ്ങളിത് കേൾക്കണം എന്നായിരുന്നു തോന്നുന്നു. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.